ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കോതമംഗലത്തെ യുവതിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. കേസിൽ റമീസിന്റെ പിതാവ് റഹീം രണ്ടാം പ്രതിയും മാതാവ് ഷെരീഫ മൂന്നാം പ്രതിയുമാണ്. യുവതിയുടെ സുഹൃത്ത് സഹദിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. യുവതിയെ റമീസ് മർദ്ദിക്കുന്നത് കണ്ടിട്ടും സഹദ് തടഞ്ഞില്ലെന്നാണ് കണ്ടെത്തൽ. സഹദിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. എസ് ശരൺ കേസ് എൻഐക്ക് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ DGP സമീപിച്ചിട്ടുണ്ട്. ഇന്നലെ ജോർജ് കുര്യനും മന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. മതപരിവർത്തനത്തിന് വേണ്ടുന്ന പ്രത്യക്ഷമായ തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ചുമത്തിയിരിക്കുന്നത്. അതും സുഹൃത്തിനും മാതാപിതാക്കൾക്കുമെതിരെയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ശരൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ പ്രതിയായ റമീസിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ റമീസിന്റെ മാതാപിതാക്കളിലേക്കും അന്വേഷണം നീങ്ങിയിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇരുവരെയും പ്രതി ചേർത്തിരിക്കുന്നത്. റമീസിന്റെ പിതാവായ റഹീം രണ്ടാം പ്രതിയാണ് കേസിൽ. ഇതോടൊപ്പം തന്നെയാണ് റമീസിന്റെ മാതാവായ ഷെരീഫയെ മൂന്നാം പ്രതിയുമാക്കിയിട്ടുണ്ട്. ഈ രണ്ടുപേർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് നാലാം പ്രതിയാക്കിയിരിക്കുന്നത്. അതായത് യുവതിയുടെ സുഹൃത്തായ സഹദിനെ നാലാം പ്രതിയാക്കിയിരിക്കുന്നത്. അതിന് കാരണമായിട്ട് അന്വേഷണ സംഘം പറയുന്നത്, നേരത്തെ ഈ ആൺ സുഹൃത്തായ റമീസിന്റെ വീട്ടിൽ വെച്ച് ഈ യുവതി പീഡനം നേരിടുന്നു. അതായത് യുവതിയെ നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഒപ്പം തന്നെ യുവതിയെ മർദ്ദിക്കുന്നു. അങ്ങനെ യുവതിയെ ഈ റമീസ് മർദ്ദിക്കുന്ന സമയത്ത് അത് കണ്ടിട്ടും സഹദ്, ഒപ്പമുണ്ടായിരുന്ന സഹദ് അത് തടഞ്ഞില്ല എന്നുള്ളൊരു കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സഹദിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് നാലാം പ്രതിയാക്കിയിരിക്കുന്നത്. എന്തായാലും സഹദിനെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ വാർത്ത പുറത്തുവിട്ടിരുന്നതാണ്. 2ഉം 3ഉം പ്രതികളായ ഈ റമീസിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. അവരുടെ വീട്ടിലൊക്കെ തന്നെ പരിശോധന നടത്തിയെങ്കിൽ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പാനായിക്കുളത്തെ വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലാണുള്ളത്. ഒപ്പം തന്നെ ബന്ധുവീടുകൾ പരിശോധന നടത്തിയെങ്കിലും അവർ അവിടെ ഇല്ലെന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവരെ ഒളിവിൽ തുടരുന്ന അവരെ കണ്ടെത്താനുള്ള വലിയ പരിശ്രമം പോലീസിന്റെ ഭാഗത്തും തുടരുന്നിടയിൽ കൂടിയാണ് ഇപ്പോൾ ഈ രണ്ടുപേരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നത്, അതായത് മതപരിവർത്തനത്തിന് ഉള്ള ശ്രമം അവിടെ നടന്നു, നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു എന്നുള്ളതായിരുന്നു. അതിലാണ് NIA അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇപ്പോഴും കുടുംബം ശക്തമാക്കുന്നത്. ഇന്നലെയും അവരുടെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നതാണ്. അവർ പറയുന്നത്, പ്രതി റമീസിന്റെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പ്രതിയുടെ കുടുംബം ഇടപെട്ട് മറ്റേതെങ്കിലും പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് വിധേയമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ NIA അന്വേഷിക്കണമെന്നുള്ളതാണ്. എന്തായാലും ഒരു വശത്ത് SIT അന്വേഷണം ഊർജിതമാക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള ശ്രമങ്ങൾ, അത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ശക്തമാണെങ്കിൽ പോലും തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. അങ്ങനെ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും BNS വകുപ്പുകൾ ചുമത്താനുള്ള നടപടികളിലേക്ക് കടക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു ശരൺ.